ഗൈസ് എനിക്ക് ആക്സിഡന്റ് ആയിരിക്കുന്നു. അതാണ് നമ്മൾ കുറെ ശേഷം നമ്മൾ പ്രാങ്ക് ചെയ്യാൻ പോവാണ്. എനിക്ക് ആക്സിഡന്റ് ആയി. വേറെ ആർക്കും അല്ല പ്രാങ്ക് ചെയ്യാൻ പോണത്. എന്റെ അമ്മയെ നമ്മൾ പറ്റിക്കാൻ പോവാണ്. എന്തായാലും സീൻ അവിടെ വൻ പ്രശ്നം. കാരണം എന്റെ ഇവിടെ ഞങ്ങൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ശരിക്കും സ്റ്റിക്കറല്ല മറ്റേ ശരിക്കും പൊട്ടിക്കഴിഞ്ഞാൽ ഒട്ടിക്കും. അതുപോലെ കിച്ചപ്പഴ എന്നെ സെറ്റ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടെണ്ണം അങ്ങനെ ഒട്ടിച്ചാൽ ചോരൊക്കെ പോടോ. ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ടോ? വായില് ഹാൻഡ്സ് വെച്ചോട്ടെ ഒട്ടിച്ചത്. ഒന്ന് വീണമ്മേ വണ്ടിയൊന്ന് പട്ടിയോട്ടം. ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഗൈസ് എനിക്ക് ആക്സിഡന്റ് ആയിരിക്കുന്നു. അതാണ് നമ്മൾ കുറെ ശേഷം നമ്മൾ പ്രാങ്ക് ചെയ്യാൻ പോവാണ്. എനിക്ക് ആക്സിഡന്റ് ആയി. വേറെ ആർക്കും അല്ല പ്രാങ്ക് ചെയ്യാൻ പോണത്. എന്റെ അമ്മയെ നമ്മൾ പറ്റിക്കാൻ പോവാണ്. ഗൈസ് എന്തായാലും സീൻ അവിടെ വൻ പ്രശ്നം. കാരണം എന്റെ ഇവിടെ ഞങ്ങൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ശരിക്കും സ്റ്റിക്കറല്ല മറ്റേ ശരിക്കും പൊട്ടിക്കഴിഞ്ഞാൽ ഒട്ടിക്കും. അതുപോലെ കിച്ചപ്പഴ എന്നെ സെറ്റ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. കയ്യിലും കുറച്ച് നാച്ചുറൽ ആക്കാൻ വേണ്ടി കല്ലൊക്കെ ഇട്ടോ. അമ്മ മിക്കവാറും വിഷയമായിരിക്കും വീട്ടില്. ക്യാമറ കാണാത്ത രീതിയിൽ പിടിക്കണോ അല്ലാതെ വിഷയമായിരിക്കും. കാരണം അമ്മ എന്നോട് വണ്ടി എടുത്ത് പോകുമ്പോ മിക്കപ്പോഴും പറയാറുണ്ട് പതിയെ പോണം. ഞാൻ നാളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ജെറ്റ് ഇട്ടാ പോയത്. ഇതിന് കാരണം വണ്ടി ഞാൻ പോകണമെങ്കിൽ ഇവിടെ നമുക്ക് ജംഗ്ഷനിൽ ഒളിപ്പിച്ച് നോക്കാം. എന്നിട്ട് മുഖത്ത് മൊത്തം അതല്ല നാട്ടാരെ കണ്ടതിനെ തുടങ്ങും. അതല്ല വിഷയം. നാട്ടാര് കണ്ട അപ്പൊ തന്നെ പറയും ആ ചെറുക്കൻ വീഴുന്നില്ലാന്ന് പറഞ്ഞില്ല. അവന്റെ പോക്ക് അയ്യോ അതാണ് പ്രശ്നം. വിഷയമാണ്. കയ്യിന്ന് പോയി കഴിഞ്ഞാൽ കൂടെ നിൽക്കണോട്ടോ. അതെ പുതിയ അതിഥി വരുന്നുണ്ട്. ഇതാണ് കൈസർ. പേര് പറ. ആ മണ്ണി കുടിച്ചു വന്നിരിക്കുക. ഇതാണ് കൈസർ. പുതിയ ഇവനൊരു അക്കൗണ്ട് ഒക്കെ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. കൊള്ളാം. കൈസർ റോഡ് വീലർ അല്ലേടാ. ഇറക്കി വിടും. അതിന്റെ വേറെ വഴിക്ക് പോട്ടെ അത്. അപ്പൊ അതാണ് പരിപാടി. അപ്പൊ നമുക്ക് എന്നാ ഒന്ന് എന്നാ സെറ്റപ്പ് ആക്കി എടുക്ക്. കണ്ടു കഴിഞ്ഞാൽ മിനിമം പാണ്ടിലോറ് ഇടിച്ചോടി ഇരിക്കണം. എങ്ങനെ ഇരിക്കണേ നോക്കൂ. മൊത്തത്തിൽ അങ്ങ് പണിയാൻ പോവാണ്. അതെ അതെ. കയ്യിന്ന് പോയി കഴിഞ്ഞാൽ എല്ലാരും മറ്റേ സാധനമാണോ. കയ്യിന്ന് പോയി കഴിഞ്ഞാൽ എല്ലാരും പെട്ടെന്ന് പറയണ ആക്ഷൻ ഒന്നും പറ്റിയിട്ടില്ല. സീനാണ്. കേട്ടാ വീട്ടില് അമ്മ മിക്കവാറും കരയും. ക്യാമറ അമ്മ കരയും. അച്ഛൻ എന്താ പറയണത് നമുക്ക് എത്തും പിടിയും പറയാൻ പറ്റില്ല. ഞായറാഴ്ച കയറാൻ പുള്ളിയാണ് ടെണ്ണമ്മലൊക്കെ അടിച്ചിരിക്കുമായിരിക്കും. വിഷയമായിരിക്കും. ഇത് നോക്കിക്കാണ് കാണിക്കണത്. കലക്കി തേച്ചേക്കണ്. ഏത് സൈഡാന്ന് ആദ്യം കണ്ടുപിടി. വാച്ചക്കൂരി എടുത്തേ. വാച്ചൊക്കെ പൊട്ടിപ്പോയെന്ന് പറയാനുള്ളതാ. എടാ അങ്ങനെ ഇതിങ്ങനെ വന്നെ എന്നിട്ട് പുറമെ ഒട്ടിക്കണം വെച്ചാ പൊട്ടി ചോര ഓലി. ആ വാച്ചക്കൂരി വെച്ചേ. ഇതെങ്ങനെയാണ് ഊരണത്? സുഞ്ഞാപ്പിളി വലിച്ചേ. ചോദിച്ചാലേ വാച്ചക പൊട്ടി റോട്ടി പോയിട്ടാ. വാച്ചക കാണുമ്പോൾ കിടുങ്ങണം. ഇത് കണ്ട എന്റെ ഡാഡിയും അമ്മും കുലുങ്ങണം. തെറി പറയണം. എടാ മര്യാദ കട്ടെ. ഹോസ്പിറ്റലൊന്നും ഇങ്ങനെ ചെയ്യില്ല. ഇത് പട്ടി കെട്ടിട്ട് നിന്നെ വൃത്തിയാക്കി തരും. രണ്ടെണ്ണം ഇങ്ങനെ ഒട്ടിച്ചാൽ മതി. പ്ലസ് കാണട്ടെ. രണ്ടെണ്ണം അങ്ങനെ ഒട്ടിച്ചാൽ മതി. ചോരൊക്കെ പോടോ. വേർതിരിക്കണുണ്ടാവുന്ന അത് എന്നെ മുടിയിൽ ഒട്ടിച്ച പിന്നെ എങ്ങനെ പൊട്ടറാൻ. അയ്യോ മണ്ടന്മാർക്ക് ഇത് ചെയ്യാൻ അറിയാൻ പാടില്ലട്ടാ. ഇച്ചപ്പഴൊന്നും പോരാ. നോക്കട്ടെ സെറ്റാണ്. എന്റെ പൊന്നു കൂട്ടാരോ. എടാ ഇതിന്റെ മുടിയിലാണ് പൊട്ട ഒട്ടിയേക്കണേ. പിന്നെ എങ്ങനെ ഒട്ടറത്? അതിപ്പോ എന്ത് ചെയ്യാനാ? മുടി പഠിക്കേണ്ടി. അത് സീനില്ല. അവ അങ്ങനെ ഇരുന്നോട്ടെ.
പതുങ്ങി വിടാം ഇവിടെ ഗവൺമെന്റ് ആശുപത്രി അല്ല പല പല സൈഡാണല്ലോ താടിയിലെങ്ങനെ താടി മതി ഇവിടെ 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 ഗവൺമെന്റ് ആശുപത്രി ഇങ്ങനെ ഈ സൈഡ് നോക്ക് എല്ലാം ഒരു സൈഡ് പോരെ കൊള ആക്കരുത് ഗവൺമെന്റ് ആശുപത്രി ഇങ്ങനെയൊക്കെ ഉള്ളൂ ആണാ ആ. നീ പിടിച്ചിട്ട് അടുത്ത സെറ്റ് അത്ര കിടിലൻ സെറ്റപ്പ് ഒന്നുമില്ല വെറ്റാടി വെറ്റാടി അതിന് മുക്കിയാ മതി കുറച്ചൊന്നും ഇല്ലില്ല അത് കറക്റ്റാവില്ല താഴെ നിക്കട ബുദ്ധി ഇല്ലാത്തവനെ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ടോ വായില് ഹാൻഡ്സ് വെച്ച് വിട്ടത് അല്ലേ ആ കാലിലൊക്കെ കളർ കയ്യിലൊക്കെ കളർ അടിച്ചേ എന്റെ വീട് പൊട്ടി ഓക്കെ ഓക്കെ എന്തായിരിക്കും പറയാൻ പോണെ? എന്റെ അമ്മ എന്ത് പറയുന്നു എന്ത് പറയാൻ നിനക്ക് തോന്നുന്നു? നല്ല കരച്ചിലടിക്കും വീട്ടില് വൻ വിഷയമായിരിക്കും. എന്റെ കൂടെ പറയും വണ്ടി ഇങ്ങ് എടുക്കണ്ടെന്ന് പറയും. എന്റെ മനസ്സിൽ ഇതാണ് ക്യാമറ എവിടെ പക്ഷെ എന്നെ കാണുമ്പോ എന്തായാലും വീട്ടുകാർ പേടിക്കൂടാ. സത്യം പറഞ്ഞാൽ പേടിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞോളൂ അമ്മ ഞാൻ വീഴുന്ന് നമ്മ പേടിക്കണ്ട, ഞാൻ സ്കിൽഡ് ഡ്രൈവറാണ്. അപ്പൊ പോടാ ആ ഡോക്ടറെ സാധനമൊക്കെ എടുത്ത് പാക്ക് ചെയ്യാവോ വീട്ടിൽ കൊണ്ടുപോകാം. വേണമെങ്കിൽ ഒരു ബില്ലെടുത്തോ ഡോക്ടറിനെ കാണിച്ചാന്ന്. എന്താ പ്രശ്നം ഇത് എപ്പോഴെങ്കിലും ആവശ്യം വേണമെന്ന് അറിയാൻ പറ്റില്ല. നമ്മള് കള്ളത്തെ നിക്കടാ ഇവിടെ സാധനം നിക്കണ്ട്, എന്റെ ഹോസ്പിറ്റലിൽ കാണിച്ചൊരു സാധനം നിക്കണ്ട്. പിടിച്ച് എന്തോ സാധനം എക്സ്റേയുടെ സാധനം എടുത്തോ വയ്യ. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ ചത്തു പോകും. എടാ അതൊന്നും വേണ്ട, ഇത് തന്നെ ഭയങ്കര ഒറിജിനാലിറ്റിയാ. ഇത് തന്നെ ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യണ്ടാ. വേണ്ട വെച്ചു എടാ മതിയടാ മതി. വിഷയമാണ്. എടാ വിച്ചു എടാ വിച്ചു എടാ എന്റെ വീട്ടുകാരുടെ സിറ്റുവേഷൻ എന്താ നോക്കിയാലോ. അവര് കണ്ടതല്ല നീ കണ്ടത്. അല്ല അതല്ല പെട്ടെന്ന് റിയാക്ഷൻ നോക്കിയാലോ. നീ ഇതൊക്കെ എടുത്ത് ബാഗിട്ടാക്കി കൊടുക്കട്ടെ. എന്റെ എന്താ അവസ്ഥ എന്ന് വെച്ചാൽ ചിലപ്പോ എനിക്കിത് ശരിക്കും ആവശ്യം വരും. അതിന് വല്ലതും വണ്ടി ഓടിക്കുമ്പോ സൂക്ഷിച്ചൊക്കെ ഓടിക്കുക. ഇവിടത്തെ വിച്ചുവിന് വീട്ടുകാരുടെ എന്താ റിയാക്ഷൻ നോക്കാം. നിശാലിമാരെ അറിയിക്കലട്ടാ. അമ്മേനെയാണ് പേടിപ്പിക്കാൻ പോണത്. ഇപ്പൊ തന്നെ വിളിച്ചു പറയും പിള്ളേര് വയ്യാത്തൊരു താരങ്ങളത്. മതി സ്റ്റിക്കർ പൊളിയുന്നു. സ്റ്റിക്കർ പൊളിയണോടാ ഇനി നമുക്ക് അവിടെ തീരാണോ? പോട്ടെ വിഷയമാണ് മൊത്തം വിഷയവും കൺഫേമാണ്. ക്യാമറ കുടിക്കാം അല്ലേ? ചട്ടി ഒന്ന് വീണമ്മേ വണ്ടിന്ന് പട്ടിയോട്ടം അത് പെട്ടെന്ന് വട്ടം മുന്നിട്ട് അടി. വിളിച്ച് പിന്നെ അവന്മാരടുത്ത് പോയി ഡ്രസ് നാളെ പണിക്ക് പോകണ്ട ചെറുക്കന് വണ്ടി രണ്ടായി പോയത്. വണ്ടി ഓടിക്കാൻ പറ്റില്ല. വണ്ടി വണ്ടി അവിടെ റോഡിൽ വണ്ടി അവിടെ ഞങ്ങൾ അവിടുത്തെ ഒരു അറിയണ ഉള്ളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഞങ്ങളങ്ങോട്ട് വന്നോടിയായിരുന്നു. കാലിലൊക്കെ സ്വിച്ചുണ്ട്, തലയിലും സ്വിച്ചുണ്ട്. കാലില് എഴുതിച്ചിട്ടുണ്ട്. ഇവനെ മറ്റേ അന്ന് കാണിച്ചില്ലേ, മറ്റേ എന്താണ് വർമ്മ എന്താടാ അതിന്റെ പേര്? ആ പോയേ
ഞാൻ മര്യാദക്ക് പറഞ്ഞ ഉച്ചക്ക് ചോദിച്ചത് ഇവിടെ ഞാൻ കിടക്കണം എന്തിനാ പോണേ നീ വെയിലത്ത്. ഇവൻ പറഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് അമ്മ ഇത് പറയുന്നത് വലിയ പ്രോ റൈഡറാന്നൊക്കെ പറഞ്ഞിറങ്ങിയതാന്നൊക്കെ. പട്ടീനില്ലേ, പട്ടീനെ മേത്ത് കയറിയാലും സീനാവും. പട്ടിക്കൊന്നും പറ്റില്ല. ആമാണ്ട് ഞാൻ വിളിക്കല്ലേന്ന് പറഞ്ഞു. അവിടെ ചെന്നിട്ട് ഞങ്ങ പറഞ്ഞിട്ട് വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഈശ്വരിമ ഇതാകും എന്നുള്ള സീനില് ഇതെന്നാ വാച്ചൊന്നും ഓണാവണില്ലെന്നോ. ഇല്ല ഒന്നും പറ്റിയിട്ടില്ല. അവരാ കയ്യിലാ സാധനം ഇടാൻ വേണ്ടി ഊരി തന്നാണ്. ആ കാലുണ്ട്, കാലിൽ 7 സ്റ്റിച്ച്. ആ കാലിൽ 7 ഉണ്ട്. മര്യാദക്കെ ഉച്ചക്ക് ഇവിടെ എങ്ങനെ മര്യാദ പറഞ്ഞ കിടക്കണം, ഇവിടെ എങ്ങനെ കിടക്കണമെന്ന് മര്യാദക്ക് ടിവിയും കണ്ടുകൊണ്ടിരുന്നതാ. ഗുളിയൊന്നും കിട്ടിയില്ലേ? അയ്യോ ഗുളിക വീട്ടിലിരിക്കണ്. നിങ്ങൾ നേരെ വീട്ടിട്ട് പോയത്? അല്ല ഇവനെ നേരെ അവിടെ നിന്ന് വീട്ടിൽ പോയി നാരങ്ങോളോ കുടിച്ചിട്ടൊക്കെ വന്നേ. നാരങ്ങോളോ കുടിച്ചിട്ട് വന്നേ. അല്ലടാ അപ്പൊ ഇവര് നിന്നെ കാണുവര്? അല്ല ഇല്ല ഇവൻ വിളിച്ചെന്നെ. അപ്പൊ ഞാൻ അങ്ങ് വന്ന കിടക്കരെ ഇല്ല പട്ടി വട്ടം ചാടിയതാ. വെള്ളം കുടിച്ചോ? താക്കോലിന്ന. അല്ല വണ്ടിയുടെ താക്കോല് വണ്ടി അവിടെ ഇടിച്ചോടെ തന്നെ ഉണ്ട്. നമ്മുടെ എന്താ സ്ഥലത്തിന്റെ പേര്? ഒരു കാര്യം പറയാണ്ട് ഫ്ലാഷ് ബാക്ക്. ഞാൻ ശരിക്കുള്ള പ്ലാൻ അതല്ല. അമ്മയോട് ഞാൻ പറഞ്ഞു എന്താ പ്രാങ്ക് ചെയ്യാൻ പോണേന്ന്. കേട്ടാ അവന്മാര് തള്ളും വന്ന് ഞാൻ ഇങ്ങനെ വീണ അങ്ങനെ വീണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അമ്മച്ചി അതിന് കൂടെ അഭിനയിക്കണം. അയ്യോ എന്റെ മോ വീണ് പോയെന്നൊക്കെ പറഞ്ഞു. പറ്റിയ സാധനം കരയൊന്നും വേണ്ട, അങ്ങനെ അറിയിക്കണം. കിച്ചപ്പനി വിച്ച കൂടി തിരികെ തള്ളൊക്കെ തള്ളും. ഞാൻ പറഞ്ഞ് പഠിപ്പിച്ച പോലെ അവന്മാരെ അമ്മേനെ പറ്റിക്കാനും അറിയാം. അവിടെ അമ്മേനെ പോകുന്നൊന്ന് നോക്കാം. അവന്മാർ എന്തൊക്കെ പറയുമെന്ന് അറിയാം. ലാസ്റ്റ് നമ്മൾ രണ്ടുപേരും കൂടി എന്നിട്ട് ചിരിക്കും അവന്മാരെ നോക്കിയിട്ട്. ഇതാണ് ശരിക്കും പ്ലാൻ. ഇല്ല അവളോട് പറഞ്ഞേക്കണം അമ്മേനെ പറ്റിക്കുന്നു. കാരണം ഞാനിങ്ങനെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ആക്സിഡന്റ് ആയി എന്നൊക്കെ പറഞ്ഞു വരുമ്പോ എന്തായാലും അമ്മ മേടിക്കുമല്ലോ. അമ്മ മേടിച്ചോല്ലേ. പക്ഷെ അവന്മാര് ആ പേടിക്കണ സാധനം കാണാനാണ് വന്നത്. പക്ഷെ അവന്മാര് നമ്മളാണ് അവന്മാരെ പറ്റിക്കണത്. മനസ്സിലായ? ഇതൊക്കെ നടന്നാ മതിയായിരുന്നു. അമ്മേ അറിഞ്ഞു കൊടുക്കമ്മേ. അമ്മക്കറിയാം നിങ്ങളെ പറ്റിച്ചാ. നിങ്ങളെ പറ്റിച്ചാണ് അമ്മ. എന്താ അഭിനയോ അമ്മേ? പിന്നെ മുട്ട അഭിനയോ? മണ്ടന്മാര് രണ്ടും കൂടി അഭിനയിച്ച് തള്ളിയത് ഉണ്ടാവേ. എന്റെ പോലെ അച്ഛനോടെ കിടന്ന് മുട്ട വിഷയം. അതെ കിച്ചു കൂടി ഒന്ന് തള്ളുവാ. വണ്ടി പറഞ്ഞോട് പട്ടി കയറിയെന്നൊക്കെ പറഞ്ഞു. എനിക്ക് സ്ഥലം പറയാൻ സാധനം പ്രതീക്ഷ. ഞാൻ ഗുളിക ചോദിച്ചു, അതിനാണ് ഗുളികയോടെ ഇവരെന്തും പറയുന്നത്. നിങ്ങൾ പ്രതീക്ഷിച്ചു അമ്മച്ച അഭിനയിച്ച് തകർത്താ. ഞാൻ മേട് പറഞ്ഞു. അമ്മ ക്യാമറ എനിക്ക് ഡൗട്ട് ഈ സീനില് വല്ല ശ്രദ്ധിക്കാതായിരിക്കും. ഇനി മനസ്സിലായിട്ട് അഭിനയിക്കണമെന്നൊരു
പാകൽ വിഷയം അല്ല അല്ലാണ്ടാണെങ്കിൽ ഞാൻ ക്യാമറ എടാ നിങ്ങൾ അഭിനയിക്കില്ല ചോദിക്കും ഇവന്റെ ഇത് പിടിച്ച് ചേട്ടന് വെറുതെ കാണിച്ചാട്ടോ ടെൻഷൻ അടിച്ചു. അപ്പുറത്തെ വീട്ടിലൊക്കെ പോയി പറഞ്ഞു അയ്യോ അയ്യോ അതല്ല തിരിച്ചതല്ല പട്ടി പൊട്ടലാടി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. പട്ടിക്കൊന്നും പറ്റില്ല, എനിക്കേ പറ്റുള്ളൂ. അതാണ് ഞാൻ വണ്ടി പറഞ്ഞത്. ഒറ്റ എനിക്ക് ചിരി വന്നിട്ട് ഞാനൊക്കെ കടിച്ചു. ഞാനൊന്നും ഇച്ചപ്പോ ഇങ്ങനെ വയ്ക്കണേ ഞാൻ അത് നിന്നോടൊക്കെ പ്രാങ്ക് ചെയ്യാന്ന് പറഞ്ഞില്ലേ? അപ്പൊ എന്റെ മനസ്സിൽ പ്രാങ്ക് കൊള്ളാം, അമ്മ കരയും ഉറപ്പാണ്. അതിനപ്പോ ഞാൻ നേരെ തിരിച്ചു നീ ആർത്തും പറയണ്ട കിച്ചപ്പൻ്റെ സാധനം എനിക്ക് പ്രതീക്ഷ ഇഷ്ടമാണ്. ഇല്ല അമ്മയോട് ഞാൻ പറഞ്ഞു അഭിനയം തകർത്തിട്ട് വന്നോട്ടാന്ന് പറഞ്ഞു. ഇവിടുന്ന് പോയപ്പോ ഞാൻ പറഞ്ഞ് സെറ്റാക്കിട്ട് ഇവൻ അവിടെ നിന്ന് അഭിനയം വരുന്നത് വന്ന വഴിക്ക് എന്റെ പോക്കറ്റിൽ നിന്ന് 20 നിലത്തുണ്ടോ അത് തന്നെ. ആ ചെക്കൻ്റെ ഇവിടെ ഒന്ന് എടുത്തു തന്നെ അവര് വന്നൊക്കെ എടുത്തൊക്കെ കൊടുത്തില്ല. അവിടെ നിന്ന് അഭിനയം മറ്റു വഴി. അമ്മ ഈ സാധനം കിട്ടിക്കാൻ എല്ലാവർക്കും ഭയങ്കര വന്നോയിക്കല്ലേ അതല്ല വിച്ചു കേട്ടോ. 7 സ്റ്റിച്ച് ഉണ്ട്. അമ്മ 7 സ്റ്റിച്ചോ അവിടെ അഭിനയോട്ട് കൊല്ലപ്പോ തീ പിടിച്ചപ്പോ ഞാൻ വിചാരിച്ച അമ്മ കോളാക്കുമെന്ന് വിചാരിച്ചേ. അമ്മ മറ്റേ സ്ഥലം അമ്മ കിച്ചൺ കേട്ടോ എത്തിയാ കേറിയപ്പോ വെച്ച സാധനം അച്ഛൻ നോക്കിയിട്ട് മറ്റേ കിടുസി അതല്ല അച്ഛയല്ല ചേച്ചിനെ വിളിച്ചു. അപ്പുറത്തെ വീട്ടുകാർ ഇപ്പൊ തന്നെ പറ്റി എന്നെ കാണാൻ വേണ്ടിട്ട് പ്രാഗ് നമ്മൾ വിചാരിച്ച പോലെ സൂപ്പർ ആയിട്ട് പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ക്യാമറ വലിച്ചെടുത്തോണ്ടിരിക്കണം. ബൈ.